പോകുന്നത്. പുതിയ വീഡിയോ ആണെങ്കിലും ഉണ്ടല്ലോ, അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പഴയ കറിയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ അമ്മ? അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടൊക്കെ ഇരിക്കുവാണ്. വയ്യാണ്ട് അമ്മയ്ക്ക് ഹാർട്ടിന്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സംസാരിക്കാനായിട്ട് അല്ലേ ഇച്ചിരി ബുദ്ധിമുട്ട്, ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട്. അത് വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ന് ഇപ്പൊ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയപ്പോഴാ എനിക്കൊരു പ്രശ്നമുണ്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പല വീഡിയോസിലും ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, അയ്യോ അമ്മ തന്നെ പറയട്ടെ പറയട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് പറയാനായിട്ട് അല്ലേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെയാണ് കേട്ടോ പ്രശ്നം. അപ്പൊ എന്താണേലും നമ്മള് ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത് എന്താ വട്ടും കരളും അല്ലേ? വട്ടും കരളും. അമ്മ ഇത് പണ്ട് കാലത്തെ കറിയല്ലേ ഇത്? പണ്ട് കാലത്തെ കറിയാ. പണ്ട് കാലത്ത് ഈ കറിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വട്ടും കരളം എന്ന് പറഞ്ഞാൽ കല്യാണ വീടുകളിലൊക്കെ പണ്ടത്തെ കാലത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. പണ്ടൊക്കെ കറി വെക്കുമായിരുന്നു ഇത് അല്ലെ? രാത്രിയിലൊക്കെ കഴിക്കും, രാത്രി കഴിക്കും, സദ്യ കഴിക്കും. പക്ഷേങ്കിൽ അമ്മയുടെ നാട്ടിലൊന്നുമില്ല, ഇവിടങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് അമ്മ ഇത് റോസ്റ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ ഇത് കഴിക്കത്തില്ല അല്ലേ? അമ്മ ഇത് ഇങ്ങനെ കഴിക്കാറില്ല. പക്ഷേങ്കിൽ കുറച്ചൊക്കെ കഴിക്കും. പക്ഷേങ്കിൽ അമ്മയ്ക്ക് അധികം ഇറച്ചി മീനും കഴിപ്പ് കുറവാണ് അല്ലെ? അമ്മ അധികം പച്ചക്കറിയാണ് കഴിക്കുന്നത്. അപ്പൊ എന്താണേലും ഈ അമ്മ ഉണ്ടാക്കി തന്നെ ഈ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത് ഈ വട്ടും കരലും കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ എവിടുന്ന വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ MBI എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇതില്ലേ, നമ്മുടെ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അവിടുന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അവിടെ ഇത് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുവേ. പിന്നെ ഇത് കാണുമ്പോൾ ആൾക്കാർ പറയും, അയ്യേ ഇത് ഞങ്ങൾ വേസ്റ്റ് ആയിട്ട് പള്ളയെ കളയുന്ന സാധനമാണല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. പലരും ചിലരൊന്നും ഇത് ഉപയോഗിക്കാറില്ല അല്ലേ? കറി വെക്കാനൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ചിലരൊക്കെ നമ്മൾ ഇത് കറി വെക്കും, അതിന് കൂടെ ഇട്ടങ്ങ് വെക്കും. കാരണം ഒരെണ്ണല്ലേ ആകെ കാണുള്ളൂ ഒരു കോഴി വാങ്ങിച്ചാലും. പക്ഷെ ഇതിങ്ങനെ MBAയിലൊക്കെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന്റെ ശരിക്കുള്ള പേര് ഗിസാഡ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇറച്ചികൾക്കകത്ത് നമ്മൾ ദൂരെ കളയുന്ന സാധനമാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ പോഷകാംശം, ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ കലോറി, പ്രോട്ടീൻ ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ രാജേഷിന്റെ ഒക്കെ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഗിസാഡിനെ കുറിച്ച്. പിന്നെ ഇപ്പൊ ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ ഇത് ഫ്രൈ ചെയ്യുക അല്ലേ? അതെങ്ങനെ വെച്ചാൽ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കാം. പക്ഷെ അതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഇതിങ്ങനെ ഭയങ്കര ഹാർഡ് അല്ലെ? റബ്ബർ പോലെ ഇരിക്കും. അത് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഗിസാഡ് എന്ന് പറയുന്ന ഈ സാധനം. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ പോർഷനിലെ കരൾ എടുത്തിട്ടുള്ളത് ഈ സംഭവം ഇല്ല, ഇതും കൂടെ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ മാത്രമുള്ള പാക്കറ്റാണ് നമുക്ക് MBAന്ന് കിട്ടുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 60 രൂപയാണ് MBAന് 1/2 കിലോയ്ക്ക് വിലയുള്ളൂ. അത് 1 കിലോയ്ക്ക് 120 രൂപയാണ് വില. അപ്പൊ ഇനി കരള് മാത്രമായിട്ട് നമുക്ക് ചിക്കൻ പാർട്സ് ഒക്കെ ആയിട്ട് അവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് കറി വെക്കണം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. പിന്നെ നമ്മൾ 2 പച്ചമുളക് മുടുത്ത പച്ചമുളകായിരുന്നു. അപ്പൊ നമ്മൾ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അതും കീറി വെച്ചേക്കുക. പിന്നെ ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി ഇത് കീറിയിട്ട് വെച്ചേക്കല്ല. പിന്നെ 2 കുഞ്ഞു കഷ്ണം ഇഞ്ചി ഉണ്ട്, അത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കാണ്. ഇത്രയും സാധനമാണ് ഇതിന്റെ കൂട്ട്. ഇത്രയാണ് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുന്നത്. ഒപ്പം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? പിന്നെ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിസാഡില്ലേ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി, ഇത് MBA ആയതുകൊണ്ട് ഇത് വളരെ ക്ലീൻ ആണ് കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന MBA പ്രൊഡക്റ്റുകൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇടയാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ, കൂത്താട്ടുളം പിറവൻ റൂട്ടിലാണ് ഇടയാർ. അവിടെയാണ് ഈ MBA ഉള്ളത് കേട്ടോ. അവിടെ ഇങ്ങനെ പിന്നെ അതുമല്ല എല്ലാ ടൗണുകളിലും MBAയുടെ പ്രൊഡക്റ്റുകളും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതിനി എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഇടത്തില്ല അല്ലേ? വലുതായിട്ടല്ല. അപ്പൊ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് നുറുക്കാം നമ്മ. അപ്പൊ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇതിൽ എണ്ണയൊന്നും പൊഴിച്ചിട്ടുണ്ട് അല്ലേ? ഇത്ര ഉപ്പേ നമ്മളിപ്പോ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ചുപ്പ് ചേർക്കുന്നത് നമ്മൾ സവോളയ്ക്ക് ശകലം ഉപ്പിട്ടാണ് വരട്ടുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് ചേർക്കാൻ പോയ ശകലം മല്ലിപ്പൊടി. എല്ലാം ശകലം എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പിന്നീട് നമ്മൾ ഇടും അല്ലേ? ഇത്രയും മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ചെറിയ സ്പൂൺ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിന്റെ അകത്ത് ചേർത്തു. പിന്നെ പിരിയമുളക് അല്ലെ? കാശ്മീരി മുളക് 1 ടീസ്പൂൺ തന്നെയാണ് അതും ഇടുന്നത്.
പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഇത്രയും കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇതിന്റെ കൂടെ അപ്പൊ ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി അല്ലേ? ഓക്കെ. നമ്മൾ നന്നായിട്ട് തിരുമും കൈകൊണ്ട്. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലെ? ഇത് റബ്ബറൈസ്ഡ് പോലത്തെ ആയതുകൊണ്ട് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി ഇതിന്റെ അകത്ത് വെള്ളവും കൂടി ഒഴിച്ചു. ഇപ്പൊ നമ്മള് ഇതൊന്നും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്നും ഇതിന്റെ അകത്ത് ഇടുന്നില്ല അല്ലെ? ഇത് നന്നായിട്ട് വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും അല്ലെ? നമ്മൾ ഇതിനകത്ത് സ്വല്പം വെള്ളം കൂടി ഒഴിക്കാം. നന്നായിട്ടൊന്ന് വിസിലടിച്ചെടുക്കുക അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേവിക്കുന്നത്. ഇത് നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറെ സമയം നമ്മുടെ എന്താ പറയുക, നമ്മളുടെ വിറകടുപ്പിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പുറത്തിരുന്ന് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറെ സമയം നമുക്ക് വേവിക്കേണ്ടി വരും അന്നേരം. പക്ഷെ ഇതിപ്പോ കുക്കറുള്ള സമയത്ത് നമുക്ക് കുക്കറിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി എളുപ്പമാവും. ഇത് നമ്മുടെ സബോള നമ്മൾ കണ്ടത് ഈ ഒരു പരുവത്തിൽ നമ്മൾ അമ്മ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. വഴറ്റിയപ്പോഴത്തേക്കും ഉപ്പ് ചേർത്ത് പ്രത്യേകം കാണിച്ചുള്ളൂ. പക്ഷെ ഉപ്പും കൂടി ഇട്ട് വഴറ്റുമ്പോഴാണ് നമുക്ക് ഇതിനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ പോലെ ആയി പോകുമല്ലോ. അപ്പൊ ഈ രീതിയിൽ വഴറ്റി, ഇത്രയും വഴറ്റിയിട്ടാണ് നമ്മൾ ഈ കറിക്കകത്ത് ആഡ് ചെയ്യുന്നത്. നമുക്കിതിന് തുറന്നു നോക്കാവേ. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇത് വെന്തിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കടുക് അങ്ങനെ പൊട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് കൂടെ പൊട്ടിടാം നമുക്ക്. പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കണം അല്ലേ? 2 പച്ചമുളകുള്ളേ. അതൊന്ന് അതേ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടാം. നമ്മുടെ കറിവേപ്പില ഇടുക. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു അല്ലേ? ഏകദേശം മൂപ്പായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ തക്കാളിയാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഏകദേശം മൂപ്പായിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് 1 സ്പൂൺ നല്ല നിറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി വരുന്നുണ്ട്. ഇനിയാണ് പൊടികളൊക്കെ നമ്മൾ ലാവിഷായിട്ട് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി. അപ്പൊ മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് ഗരം മസാല അല്ലേ? നമ്മളിത് പൊടിച്ചതെല്ലാം കൂടെ പൊടിച്ചതാണ്. അത് മതി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സ്വല്പം കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. ഇത്രയും മതി കുരുമുളക് പൊടി അല്ലേ? ഓക്കെ. അതെ, പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ തക്കാളിയും അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കും. സ്വല്പം വെള്ളം നമുക്കൊന്ന് ഒഴിക്കാം. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും അനുസരിച്ച് അതിന്റെ കുത്തലൊക്കെ മാറാൻ വേണ്ടി. അല്ലാതെ തുമ്മും ഈ സമയത്ത് അല്ലേ? അങ്ങനെ നമ്മുടെ മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതല്ലേ? നമ്മൾ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇടാം. ഇത് നല്ല ടൈറ്റ് ആയിപ്പോ ഇത്. അപ്പൊ ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ സംഭവങ്ങൾ ഇടാം അല്ലെ? അപ്പൊ ഇതിനകത്തെ വെള്ളം നമ്മൾ കളയുന്നില്ല. ഇത് ഒഴിച്ച് നമ്മള് ഇത് പരട്ടി എടുക്കാം. നമുക്ക് അങ്ങോട്ട് ഒഴിക്കാൻ നോക്കത് കണ്ടോ? വേവിച്ച വെള്ളമുണ്ട് അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ അകത്ത് കിടന്ന് മസാലയിലൊക്കെ കിടന്ന് ഒന്നും കൂടി ഇതൊന്ന് വെന്ത് അല്ലേ സെറ്റ് ആവണം. ഇപ്പൊ ഇതിനകത്ത് ചാറുണ്ട് ശരിക്കും പറഞ്ഞല്ലേ. നല്ല കുറുകൻ സ്റ്റൈലിലേക്ക് ഇത് മാറ്റിയെടുക്കണം. ഉപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളി രുചിയാണ്. ഉപ്പ് നമുക്ക് രണ്ടാമത് ചേർക്കേണ്ടി വന്നില്ല അല്ലേ? നമ്മൾ സബോളക്കകത്ത് ശകലം ഉപ്പിട്ടില്ല വരട്ടിയത്. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നല്ലോ ഇതിനാ. നമ്മള് പറയുന്ന പോലല്ല, ഇതിന് കോഴി ഇറച്ചിയെക്കാട്ടി രുചിയാണ്. അത് തന്നെ നമ്മുടെ കറി ഈ ഒരു പരുവത്തിലൊരു റോസ്റ്റ് പോലെ വിരളനായിട്ടുണ്ട്. ഇനി എന്നാ ചേർക്കാൻ പോകും? നമ്മൾ ശകലം മല്ലിയിലയും കൊണ്ട് അത് നിങ്ങൾ ഇഷ്ടമുള്ളവർ ഇട്ടാ മതി കേട്ടോ. ഒരു കപ്പ് പച്ചക്കറിവേപ്പിലയും കൂടെ. മല്ലിയില ഇട്ടു, പച്ചക്കറിവേപ്പില ഇട്ടു. ഇപ്പൊ നമ്മൾ ഇളക്കായത്. ഓക്കെ. അപ്പൊ കണ്ട നല്ല ഡ്രൈ ആയിട്ടോ. ഇത് നാളത്തേക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളറിലേക്ക് ആക്കും ഇനി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ?
അപ്പൊ അങ്ങനെ നമ്മുടെ കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഇത് കറി എന്ന് പറയാൻ പറ്റത്തില്ല, ചാറായിട്ട് അല്ല ഇത് അല്ലേ, ഒരു റോസ്റ്റ് ടൈപ്പിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി അമ്മ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടതേ, നോക്കി കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് സ്റ്റൈലായിട്ട്. വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഉണ്ടാക്കുമ്പോ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഗിസാഡ് മാത്രമാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്, വട്ടല്ലേ, വട്ട് എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അതും പിന്നെ ഇതിന്റെ ഹൃദയവും അല്ലെ, അങ്ങനെയാണുള്ളത്. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കരളും കൂടെ വരുമ്പോ വേറെ ടേസ്റ്റ് ആണ്. അപ്പൊ കരളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അമ്മ ഇവിടെ ചെയ്യാറുള്ളത് കുക്കറിൽ അന്നേരം കരള് വേവിക്കുന്നത്, അതങ്ങ് ഭയങ്കര ഹാർഡായിപ്പോകും. അപ്പൊ കരള് നമ്മൾ ലാസ്റ്റ് ഇടുന്ന സമയത്ത് ഇട്ടിട്ട് അങ്ങനെയാണ് കരള് വേവിക്കാവുള്ളൂ അല്ലെ. ബാക്കി ഗിസാഡ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അപ്പൊ കരളും കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റിലേക്ക് മാറും. അപ്പൊ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ മാത്രം പോരാട്ടെ, ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ ഹൈപ്പിന്റെ സംഭവങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യണം അല്ലേ മാം. അപ്പൊ ഹൈപ്പ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കുകയാണ് ചെയ്യണം അല്ലെ. അപ്പൊ കറി ഒന്നും കൂടെ കാണിക്കേണ്ടത് ഇതാണ് നമ്മ പറഞ്ഞ ആ ഒരു വെറൈറ്റി കറി അല്ലേ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.